ഗുരുകരണത്തിലേക്ക് സ്നേഹവന്ദനം. ചിപ്പി ഉടഞ്ഞ് മുത്തവശേഷിക്കാൻ നമ്മൾ പറയാറില്ലേ, അതുപോലൊരു നിമിഷമായിരുന്നു അത്. അമ്മ കടന്നു പോവുകയും കുഞ്ഞ് നിലനിൽക്കുകയും ചെയ്യും. ആ കൊടി യാഥാർത്ഥ്യം താങ്ങാനാവാതെ ഡോക്ടറുടെ കൈത്തണ്ടയിൽ മുറുകെ പിടിച്ചുകൊണ്ട് ഒരു ചെറിയ പെൺകുട്ടി നിലവിളിക്കുകയാണ്, ഞാൻ എൻ്റെ കുഞ്ഞിനെ കൂടെ കൊണ്ടുപോയിക്കോട്ടെ. ഡോക്ടർ അവളെ ആശ്വസിപ്പിച്ചു, നിൻ്റെ കുറവ് അറിയാതെ ഞങ്ങൾ ഈ കുഞ്ഞിനെ വളർത്താം, എല്ലാ സ്നേഹവും കരുതലും കൊടുത്ത്. പിന്നെ നീ ഇപ്പോൾ യാത്ര പുറപ്പെടുന്ന ആ ഇടുങ്ങിയ വഴിയുണ്ടല്ലോ, ആ വഴിയിലൂടെ ഒരു നേരത്ത് ഒരാൾക്ക് മാത്രമേ സഞ്ചരിക്കാനാവുകയുള്ളൂ. പെട്ടെന്ന് അവളുടെ പുരുഷൻ ഡോക്ടറെ വിലക്കി, അങ്ങനെ പറയരുത്, അവളോട് പറയുക മറ്റൊരാൾ കൂടെ ആ യാത്രയിൽ കൂടെ ഉണ്ട്. എന്നിട്ട് മിഴിപൂട്ടി 23-ാം സങ്കീർത്തനം പാടി, യഹോവ എൻ്റെ ഇടയനാകുന്നുള്ള സങ്കീർത്തനം. വിശേഷിച്ചും അതിലൊരു വരി, മരണത്തിന് നിഴൽ വീണ താഴ്വരയിലൂടെ ഞാൻ നടന്നു പോകുമ്പോഴും ഒരനർത്ഥവും ഞാൻ ഭയപ്പെടുകയില്ല. ആ സങ്കീർത്തനം വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ അവളുടെ പ്രാണനെ തണുപ്പിച്ചു. ആ തണുപ്പിൽ അവൾ മിഴിപൂട്ടുകയും ചെയ്തു. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് എത്രയോ കോടി മനുഷ്യരെ സാന്ത്വനപ്പെടുന്ന സങ്കീർത്തനമാണത്. സങ്കീർത്തനം 23. ദാവീദാണ് അത് രചിച്ചതെന്നൊക്കെയാണ് നമ്മൾ പൊതുവെ വിചാരിക്കുന്നത്. ചിലർ പറയാറുണ്ട് അത് ദാവീദിലേക്ക് ഇങ്ങനെ ആട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള സങ്കീർത്തനമാണ്. എന്തുമാവട്ടെ, ആ കൃത്യമായ ഇടയ പശ്ചാത്തലമുള്ള ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന ആ മഹാകാരുണ്യത്തിൻ്റെ സങ്കീർത്തനം അത്, സാന്ത്വനപ്പെടുന്ന സങ്കീർത്തനമാണത്. ഒരു സഹയാത്രികനെ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്, കാക്ഷിക്കുന്നുണ്ട്. പഴയ ഒരു ഗീതത്തിൽ എന്ന കണക്ക്, അജ്ഞാതനാം സഹയാത്രികൻ ഞാൻ നിൻ്റെ ഉൾപ്പൂവിൻ തുടിപ്പുകൾ അറിഞ്ഞു. ആ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ഓരോ മനുഷ്യനും ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ ഒരാളെ, കൂടെ വരുന്ന ഒരാളെ. മൂന്നാമതൊരാളെന്നൊക്കെ ഒരു നല്ലൊരു ചെറുകഥയുണ്ട്. പക്ഷേ മലയാളത്തിൽ ഒരു 10 നല്ല കഥകൾക്കകത്ത് ഒന്നായിരിക്കും അത്, മുണ്ടൂരിൻ്റെത്. അമ്മ മരിച്ചു, എന്നിട്ടും അമ്മയുടെ സാന്നിധ്യം ഇങ്ങനെ അച്ഛനെയും മകനെയും പിന്തുടരുകയാണ്. തൊട്ട് പിന്നാലെ ഈ കരിയിലൊക്കെ ആ കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്. തോന്നലായിരിക്കാം അത്. ഫാൻറ്റലിംബ് എന്ന് പറഞ്ഞൊരു സങ്കല്പമുണ്ട്. ഒരു വിരൽ മുറിഞ്ഞു പോയി കഴിഞ്ഞാലും ആ വിരലുമായി ബന്ധപ്പെട്ട ഓർമ്മകൾ തലച്ചോറ് സൂക്ഷിക്കുന്നതുകൊണ്ട് ആ വിരൽ ഒരു യാഥാർത്ഥ്യമായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അതുപോലെ ഉറ്റവർ കടന്നു പോകുന്ന നിസ്സഹായതയിലൊക്കെ ആ മനുഷ്യൻ്റെ മനസ്സുണ്ടാക്കുന്ന ചില സങ്കല്പങ്ങളൊക്കെ ഉണ്ട്, ആരോധങ്ങൾക്ക് കൂട്ടുവരുന്നുണ്ട്. അതൊരു പക്ഷേ സങ്കല്പമായിരിക്കും, കാഴ്ചയായിരിക്കാം. എന്നാൽ ഏതൊരാൾക്കും വേദപുസ്തകം കൊടുക്കുന്ന ഒരു ഉറപ്പുണ്ട്, ദാ യഹോവ നിന്നെ പിന്തുടരുന്നുണ്ട്. ഒരാൾ പിന്തുടരുക എന്ന് പറയുന്നത് എന്തൊരു ബലമാണ് തരുന്നത്, എന്തൊരു ഊർജ്ജമാണ് തരുന്നത്. നമുക്കൊക്കെ പരിചയമുള്ള 1964 മാർഗറ്റ് ഫിഷ്ബാക്ക് ബവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു മഹതി എഴുതിയിട്ടുള്ള ആ കീർത്തനം ഉണ്ടല്ലോ, ഫുട് പ്രിൻറ്റ്സ് എന്ന പേരിൽ. ഒരാൾ അയാളുടെ ആ ഭൂതകാലം കാണുകയാണ്, ഒരു മണൽപ്പരപ്പിൽ അയാളുടെ കാൽപാദങ്ങൾ, അയാളോടൊപ്പം തന്നെ കൃത്യമായിട്ട് മറ്റൊരു കാൽപാദങ്ങൾ കൂടി അയാൾ കാണുന്നുണ്ട്, മറ്റൊരു ജോഡി കാൽപാദങ്ങൾ കൂടി അയാൾ കാണുന്നുണ്ട്. അത് തൻ്റെ കർത്താവിൻ്റെതാണെന്ന് അയാൾക്ക് വെളിപ്പെട്ട് കിട്ടുന്നു. പക്ഷേ അയാൾ അത്ഭുതപ്പെടുത്തിയ കാര്യം ഇതാണ്, കുറേ ദുരന്തങ്ങളിലൂടെ കടന്നുപോയ നാളുകളിൽ, സാമ്പത്തിക വളർച്ച ഉണ്ടായിരുന്ന കാലങ്ങളിൽ, അല്ലെങ്കിൽ ഉറ്റവരുടെ ജീവിതത്തിൽ നിന്ന് കടന്നുപോയപ്പോൾ, പ്രണയ സൗഹൃദം തകർന്ന വർഷങ്ങളിലൊക്കെ കാൽപാദങ്ങൾ ഒറ്റയാവുന്നു. തന്നെ അത്തരം കാലങ്ങളിൽ, അത്രയും സംഘർഷഭരിതമായ കാലങ്ങളിൽ തനിച്ചാക്കിയിട്ട് ദൈവം എങ്ങോട്ട് പോയെന്നൊക്കെ അയാൾ കലഹിക്കുമ്പോൾ വളരെ സ്നേഹത്തോടെ പുഞ്ചിരിയോടെ കർത്താവ് അയാളോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിൻ്റെ സംഘർഷത്തിൻ്റെ വർഷങ്ങളിൽ, നിൻ്റെ ഏറ്റവും കഠിനമായ കൊടിയ വേദനയുടെ കാലങ്ങളിൽ നീ കാണുന്ന കാൽപാദങ്ങൾ സത്യം പറഞ്ഞത് നിൻ്റേതല്ല, എൻ്റേതാണ്. അത്തരം കാലങ്ങൾ ഞാൻ നടക്കാൻ പോലും അനുവദിച്ചിട്ടില്ല. എൻ്റെ തോളിൽ ഞാനെടുത്ത് നീയുമായിട്ട് സഞ്ചാരം ചെയ്യുകയായിരുന്നു. എന്തൊരു ഭംഗിയുള്ള സാന്ത്വനം തരുന്ന ഭാവനയാണ്. സത്യം പറഞ്ഞാൽ ആത്മീയ എന്നൊക്കെ പറയുന്നത് തന്നെ സദ്ഭാവനകളുടെ സമുച്ചയമാണ്. ഊർജ്ജം തരുന്ന, ഉന്മേഷം തരുന്ന ഭാവനകൾ. ആരോ ഒരാൾ എനിക്ക് കൂട്ടുവരുന്നുണ്ട്. വിശേഷിച്ചും മരണത്തിന് നിഴൽ വീണ താഴ്വര. എല്ലാ ഭയങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്ന മരണഭയമാണ്. നമ്മൾ പറയാറുണ്ട്, ദ റൂട്ട് ഓഫ് എവറി ഫിയർ ഈസ് ഫിയർ ഓഫ് ഡെത്ത്. അത് ജോലി പോകുമെന്ന് വിചാരിച്ചാലും, ആരോഗ്യം പോകുമെന്ന് വിചാരിച്ചാലും, ചങ്ങാതി കൈവിട്ട് പോകുമെന്ന് വിചാരിച്ചാലും, അവിശ്വസ്തയുടെ ഇരയാകുമെന്ന് വിചാരിച്ചാലും ഒക്കെ വാസ്തവത്തിൽ ഈ മരണഭയത്തിൻ്റെ തന്നെ ആ ചെറിയ ചെറിയ പൊടിപ്പുകളാണ്. മരണത്തിന് നിഴൽ വീണ താഴ്വര എന്നാണ് പറയുക. നിഴലെന്ന് പറയുന്നത് റിയൽ അല്ല, പക്ഷെ എന്നിട്ടും നമുക്ക് അത് വളരെ റിയലായിട്ട് അനുഭവപ്പെടുന്നുണ്ട്. അത് നിഴലല്ല, അത് റിയൽ അല്ലെന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ആവശ്യത്തിലേറെ വെട്ടം ആവശ്യമുണ്ട്, പ്രകാശം ആവശ്യമുണ്ട്. അലക്സാണ്ടർ രാജകുമാരനെക്കുറിച്ച് പറയുന്ന ആ കഥ കണക്ക, ഒരു ആർക്കും വരുങ്ങാത്ത ഒരു കുതിര ഉണ്ടായിരുന്നു. ആ കുതിരയുടെ പുറത്ത് ആരും കയറി കഴിഞ്ഞാലും സെക്കൻഡ്സിനുള്ളിൽ ആ കുതിര അയാളെ നിശ്ചയമായിട്ടും തള്ളി താഴെ ഇടും. അയാൾക്ക് ആവശ്യത്തിലേറെ പരിക്ക് കൊടുത്തുകൊണ്ട്. അങ്ങനെ ആർക്കും വഴങ്ങാത്ത
ആ ഒരു വല്ലാത്ത മുഷ്കുള്ള വല്ലാത്ത ദാഷ്ട്യമുള്ള ആ കുതിരയെ മെരുക്കാനായിട്ട് ഈ ചെറിയ കുട്ടി ശ്രമിക്കുക. അയാൾ എന്തോ ഈ കുതിരയുടെ കടിഞ്ഞാനൊക്കെ പിടിച്ചിട്ട് ആ കുതിരയുടെ ചെവിയിൽ എന്തോ മന്ത്രിക്കുന്ന കണക്കൊക്കെ ആ ഫിലിപ്പ് രാജാവിന് അനുഭവപ്പെട്ടു. എന്നിട്ട് ആ കുതിരപ്പുറത്ത് കയറി പിന്നെ ആ കൂളായിട്ട് ഇങ്ങനെ കൃത്യമായിട്ട് ചുറ്റി വരിക. വളരെ കൃത്യമായിട്ട് ഈ കുതിര ഇയാൾക്ക് വിധേയപ്പെട്ട് സഞ്ചരിക്കുക. ആ സഞ്ചാരം കഴിഞ്ഞ് ആ കുതിരയുടെ കടിഞ്ഞാണ് തൻ്റെ അച്ഛൻ്റെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ കഥയാണിത്. ആ ഫിലിപ്പ് രാജാവ് മകനോട് ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഈ കുതിര നിനക്ക് വഴങ്ങിയത്? ബാക്കി എല്ലാവരും തട്ടി വീഴ്ത്തിക്കൊണ്ടിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി പറയുന്നുണ്ട്, ഞാൻ ഈ കുതിരയെ നിരീക്ഷിക്കുകയായിരുന്നു. ഈ കുതിരയെ എനിക്ക് മുമ്പേ വന്ന എല്ലാവരും നിർത്തിയത് സൂര്യനെതിരെയായിട്ടാണ്. അതിൻ്റെ അർത്ഥം അത് അതിൻ്റെ തന്നെ നിഴലിനെ തൊട്ട് മുമ്പിൽ കാണുന്നുണ്ട്. ആ നിഴൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഇത്രയും വിരൽ കൊള്ളുന്നത്. എന്നാൽ ഞാൻ ആകപ്പാട് ചെയ്ത ഒറ്റ കാര്യം മാത്രമാണ് അതിനെ സൂര്യൻ അഭിമുഖമായിട്ട് നിർത്തുക. ശരിയായ പ്രകാശത്തിന് കീഴിലേക്ക് വരുമ്പോൾ എന്തുമാത്രം നിഴലുകളാണ് ജീവിതത്തിന് അകന്നു പോവുക. ഓരോ നിമിഷവും എന്തുമാത്രം മരണത്തിൻ്റെ ഓർമ്മ തരുന്ന, ചെറുതാക്കുന്ന, നിസ്സാരമാക്കുന്ന, ക്ഷതപ്പെടുത്തുന്ന, പരിക്കേൽപ്പിക്കുന്ന, ഇതൊക്കെ ഇതിനകത്തൊക്കെ കൃത്യമായ മരണത്തിൻ്റെ സാന്നിധ്യമുണ്ട്. നിഴലുകളിലൂടെ കടന്നു പോകുമ്പോൾ എന്തൊരു സാന്ത്വനമാണത് ഒരാൾ കൂട്ടുവരിക എന്നുള്ളത്. പഴയ നിയമത്തിൻ്റെയൊക്കെ ആ ഒരു സങ്കല്പം പോലുമുണ്ട്. നമുക്കറിയാം, അവർ സഞ്ചരിച്ചുകൊണ്ടിരുന്നപ്പോൾ പകൽ മേഘമായും രാത്രി അഗ്നിയായും കർത്താവ് കൂട്ടുപോയി. 24 മണിക്കൂറും എന്നെ പൊതിഞ്ഞൊരു സാന്നിധ്യമുണ്ടെന്നുള്ള വിചാരം എന്തൊരു സ്വസ്ഥമായിരുന്ന വിചാരമാണ്. എങ്ങനെയാണ് ഒരാളുടെ ജീവിതം സംഗ്രഹിക്കപ്പെടേണ്ടത്? ജോസഫിൻ്റെ ജീവിതത്തെ വേദപുസ്തകം സംഗ്രഹിക്കുന്ന കണക്ക് യഹോവയുടെ കരങ്ങൾ അവനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. നമുക്കറിയാം, ഇത്രയും തകർന്നൊരു മനുഷ്യൻ വേറെയില്ല, ഇത്രയും അവമാനത്തിലൂടെ കടന്നുപോയൊരു മനുഷ്യൻ വേറെയില്ല, ഇത്രയും തെറ്റിദ്ധരിക്കപ്പെട്ടൊരു മനുഷ്യൻ വേറെയില്ല. എന്നിട്ടും യഹോവയുടെ കരങ്ങൾ അവനോടൊപ്പം ഉണ്ടായിരുന്നു പറഞ്ഞ അർത്ഥം എന്താണ്? അയാളുടെ ക്ഷോഭങ്ങളിൽ യഹോവയുടെ കരമുണ്ടായിരുന്നു, അയാളുടെ സങ്കടങ്ങളിൽ യഹോവയുടെ കരമുണ്ടായിരുന്നു, അല്ല അപമാനങ്ങളിൽ യഹോവയുടെ കരമുണ്ടായിരുന്നു, അല്ല ക്രമം തെറ്റാവുന്ന മമതകളിൽ യഹോവയുടെ കരമുണ്ടായിരുന്നു. ആരോ ഒരാൾ കൂടെ വരുന്നുണ്ട്. ആ നിശ്ചയമായിട്ടും ആ ചുവടുകൾ നോക്കി നടക്കുമ്പോൾ ജീവിതം സരളമായ അനുഭവമായിട്ട് മാറുന്നു. ഒരു ഇടയില്ലാതെ പോകുക എന്നുള്ളതാണ് ശരിക്കുമുള്ള പ്രശ്നം. നമ്മളൊക്കെ ആടുകളെ കണക്കാണ്, എല്ലാവരും ആടുകളെ കണക്കെന്നുള്ള മട്ടിൽ ചില വേദപുസ്തക വായനകളൊക്കെ ഉണ്ട്. വിശേഷിച്ചും ഒരു 3 വേദപുസ്തക സൂചനകൾ എടുത്തു കഴിയുമ്പോൾ ആ കൃത്യമായിട്ട് ഈ ആടും എന്ന് പറയുന്ന ഈ ആടുജീവിതവും നരജീവിതവും തമ്മിലുള്ള ബന്ധം നമുക്ക് മനസ്സിലാവും. ഒന്ന് ഏഷ്യാഡ് ടെസ്റ്റിനകത്താണ് നമ്മൾ വായിച്ച് കേൾക്കുന്നത്. ആ ആടുകളെ കണക്ക് എല്ലാവരും തെറ്റിപ്പോയെന്നാണ് പറയുക. വളരെ എളുപ്പത്തിൽ തെറ്റിപ്പോകാവുന്ന ഒരു സാധുജന്മത്തിൻ്റെ പേരാണ് ആട്. ഒപ്പം മനുഷ്യജന്മവും. മനുഷ്യൻ എപ്പോഴാണ് തെറ്റുന്നത്, അല്ലെങ്കിൽ എപ്പോഴാണ് ആട് തെറ്റുന്നത്? യേശു പിന്നീട് പറയുന്നുണ്ടല്ലോ ഇങ്ങനെ ഇടേൻ്റെ കൈവിട്ട് പോകുന്ന ആടിനെക്കുറിച്ച്. എങ്ങനെയാണ് ഇടേൻ്റെ കൈവിട്ട് ആട് പോവുക? അജ്ഞത കൊണ്ടാണ്. കുറേ അധികം അജ്ഞതകളിൽ കുരുങ്ങിപ്പെട്ട ഒരു ജന്മമാണ് നമ്മുടേത്. നമുക്കൊന്നിനെക്കുറിച്ചും കാര്യമായ ധാരണയില്ല. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച മിക്കവാറും അപരാധങ്ങളുടെ ഒക്കെ കാരണം ഈ ആട് നഷ്ടപ്പെടുന്ന കണക്കുള്ള കാര്യങ്ങളാണ്. ഒന്നിനെക്കുറിച്ചും കാര്യമായ പ്രകാശമില്ലാതെ അജ്ഞതയുടെ കരുവായിട്ട് ജീവിക്കുന്ന ഒരു ജീവിതത്തിനകത്ത് ഈ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നീട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, ഈ ആൾക്കൂട്ടത്തെ കണ്ടപ്പോൾ യേശുവിന് അവരോട് വല്ലാത്ത അനുകമ്പ തോന്നി. അവരിങ്ങനെ ഇടയില്ലാത്ത ആടുകളെ കണക്ക് അനുഭവപ്പെട്ടു. ചിന്നിയും ചിതറിയെന്നാണ് പറയുന്നത്. ഒരു ഇടയൻ്റെ ഒരു കരുതലില്ലാതെ സ്വയം കണ്ടെത്താനോ സ്വയം നിയന്ത്രിക്കാനും സ്വയം സഞ്ചരിക്കാനോ ബലമില്ലാത്ത ഒരു ജീവിയുടെ പേരാട്. വഴിതെറ്റിപ്പോയ ഒരാടും ഇന്നോളം തിരികെ വഴി കണ്ടെത്തിയിട്ടില്ല. അതിന് നിശ്ചയമായിട്ടും ഒരു ഇടയൻ്റെ കൈസഹായം ആവശ്യമുണ്ട്. അപ്പോൾ മാനവരാശിയെക്കുറിച്ച് പോലും യേശുവിന് അനുഭവപ്പെട്ടത് ഇങ്ങനെയാണ്. ഇടയനില്ലാത്ത ആടുകളെ കണക്ക് അനുഭവപ്പെടുന്നു. ഈ ആടിൽ ഇങ്ങനെ മിക്കവാറും എല്ലാ ജീവജാലങ്ങൾക്കും ഒക്കെ എന്തെങ്കിലുമൊക്കെ ഒരു കൈസഹായമോ കരുതലൊക്കെ ആവശ്യമുണ്ടാകും. പക്ഷേ ആടിൻ്റെ കാര്യത്തിനകത്ത് ഇങ്ങനെ ഇടയനില്ലാത്ത അതിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. കാരണം തന്നെത്താൻ അതിന് പച്ച ഇടങ്ങൾ കണ്ടുപിടിക്കാനോ തന്നെത്താൻ ജലാശയം കണ്ടുപിടിക്കാനോ ഒന്നും കെൽപ്പില്ലാത്ത വിധത്തിൽ ആ സാധു ജന്മം നമ്മുടെ വൾണറബിളായ നിലനിൽപ്പാണ്. ഇത്രയും ഭൂമിയിൽ ഏറ്റവും ഫ്രജൈലായ ഒരു ജീവിതം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മനുഷ്യനാണ്. എത്ര പെട്ടെന്നാണ് മനുഷ്യൻ ആ മുറിവേൽക്കപ്പെടുന്നത്, എത്ര നിസ്സഹായനാണത്, എന്തുമാത്രം ഇൻസെക്യൂരിറ്റിയാണ് അയാൾക്ക്. അപ്പോൾ വളരെ ഭംഗിയായിട്ട് മനുഷ്യനോട് ചേർത്ത് വായിക്കാവുന്ന ഒരു മെറ്റഫറാണ് ആട്. അയാളുടേനും നമ്മൾ ആടുകളും തന്നെ. നിശ്ചയമായിട്ടും ഈ ആടുകളുമായി ബന്ധപ്പെട്ട് മറ്റൊരു സൂചന കൂടി നമുക്ക് ലഭിക്കുന്ന പത്രോസ് പറയുന്നുണ്ട്, നിനക്ക് ചുറ്റുമുള്ള തിന്മ ഈ റോറിംഗ് ലയനെ കണക്ക് ഇങ്ങനെ അലറി വിളിക്കുന്ന സിംഹത്തെ കണക്ക് നിൻ്റെ അടുക്കലേക്ക് വരികയാണ്. അതിങ്ങനെ ആലയുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രതീകമാണ്. നിശ്ചയമായിട്ടും അയാളുടെ തന്നെ അനുഭവത്തിൽ നിന്ന് എഴുതിയതായിരിക്കണം ഈ അലറി വിളിക്കുന്ന സിംഹം എന്ന് പറയുന്നത്. ഒരു രാത്രിയെങ്കിലും ആ അലറി വിളിക്കുന്ന സിംഹത്തിൻ്റെ മുഷ്ടിയിൽ ഈ മനുഷ്യൻ പെട്ടുപോയിട്ടുണ്ട്. ആ രാത്രിയിൽ നമുക്കറിയാം, തീകാഞ്ഞൊരു രാത്രിക്കകത്ത് ഒരു നിമിഷം തൻ്റെ യേശുവിനെ അറിയില്ലെന്ന് അയാൾ പറഞ്ഞു. ആ രാത്രിയിൽ നിശ്ചയമായിട്ടും തിന്മയുടെ ആ ചെറിയ അല്ലെങ്കിൽ വല്ലാത്ത ആ കയ്യിൽ ഒരു പക്ഷെ പെട്ടുപോയൊരു ജീവിതമായതുകൊണ്ടായിരിക്കണം പത്രോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഉണർന്നിരിക്കാനായിട്ട് പറയുക.
എപ്പോഴും ഇങ്ങനെ ആത്മാവിൻ്റെ ജാഗ്രത കുറഞ്ഞു പോയപ്പോൾ ജീവിതത്തിന് നിശ്ചയദാർഢ്യങ്ങളുടെ മുന വല്ലാതെ എന്ത് ചെയ്യുന്നുണ്ട്, രാഗി വെക്കാനായിട്ട് കഴിയാതെ പോയപ്പോൾ അയാൾ എത്രയോ തിന്മകളുടെ ഇരയായെന്നൊരു സങ്കടം ഈ ജീവിതകാലം മുഴുവൻ പത്രോസ് കൊണ്ടുകിടന്നൊക്കെയാണ് പറയുക. സ്വയം പൊറുക്കാനായിട്ട് പറ്റാത്ത ഒരാളുടെ പേരായിരുന്നു പീറ്റർ എന്നൊക്കെ ഉള്ള വായനകളൊക്കെ ഉണ്ട്. യേശു പുറത്തിട്ടും ആ മാപ്പിനെക്കുറിച്ച് കൃത്യമായ ധാരണ ലഭിച്ചിട്ടും പാരമ്പര്യം പറയുന്നത് ഇങ്ങനെയാണ്, ഈ പത്രോസ് എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുക എന്ന് പറയുക. നിരന്തരം കരഞ്ഞ് ഈ മനുഷ്യന് കവിൾത്തടങ്ങൾ 2 ചാലുകൾ പോലെ ഉണ്ടായെന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ മനുഷ്യനോട് ചേർന്ന് നിർത്തുന്ന അല്ലെങ്കിൽ ആടുകളോട് ചേർന്ന് നിർത്തുന്ന എന്തോ ഒന്ന് ഈ മനുഷ്യരിലുണ്ട്. നിശ്ചയമായിട്ടും അതിന് ഇടയൻ ആവശ്യമുണ്ട്. എന്തൊക്കെയാണ് ഈ ഇടയൻ നമ്മുടെ ജീവിതത്തിൽ സമ്മാനിക്കാൻ പോവുക? ഒത്തിരി പ്രതീകങ്ങളുള്ള, ഒത്തിരി ഭംഗിയുള്ള, ഒത്തിരി തണുപ്പിക്കുന്ന പ്രതീകങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ആ സങ്കീർത്തനം. എങ്കിലൊരു 4 കാര്യമെങ്കിലും ഒന്ന് ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതാണ്. ഒന്ന്, അവനിങ്ങനെ നമ്മുടെ ധ്യാനത്തിൻ്റെ പച്ചപ്പുല്ലിടങ്ങളിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. ആ പച്ചപ്പുല്ലെന്ന് പറയുന്ന സങ്കല്പം തന്നെ ഇങ്ങനെ എന്തൊരു മനസ്സിലേക്ക് ഇങ്ങനെ നനവ് വീഴ്ത്തുന്നൊരു സങ്കല്പമാണ്. നമ്മൾ പുതിയ നിയമത്തിനകത്ത് വായിച്ച് കേൾക്കുന്നുണ്ട്, യേശു പറയുന്നുണ്ട്, ഞാൻ ആടുകളുടെ വാതിലാണ്, എന്നിലേക്ക് പ്രവേശിച്ചവൻ അകത്തേക്ക് പ്രവേശിച്ചിട്ട് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഭൂമി മുഴുവൻ ആ പച്ചപ്പുല്ലിടങ്ങളാണ്. നിശ്ചയമായിട്ട് ഇത് ധ്യാനത്തിൻ്റെ പച്ചപ്പുല്ലിടങ്ങളാണ്. യേശു ഓരോ പ്രഭാതത്തിലും ഈ പച്ചപ്പുല്ലിടങ്ങളിലേക്കാണ് തൻ്റെ പ്രാണനെ നയിച്ചുകൊണ്ടിരുന്നത്. അവർ ഒരുപക്ഷെ ഉറങ്ങി എഴുന്നേൽക്കാനായിട്ട് വൈകുന്ന അത്തരം പ്രഭാതങ്ങളിലൊക്കെ നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, യേശു വളരെ പുലരിയിൽ പോയിട്ട് ഇങ്ങനെ ഏതെങ്കിലും വിജനസ്ഥലത്ത് പോയിട്ട് ഇങ്ങനെ കണ്ണുപൂട്ടി ഇരുന്നുള്ള മറ്റുള്ള വായനയൊക്കെ ഉണ്ട്. അപ്പോൾ ധ്യാനത്തിൻ്റെ പച്ചപ്പുല്ലിടങ്ങളാണ്. ധ്യാനത്തിൻ്റെ പച്ചപ്പുല്ലിടങ്ങളെന്ന് പറയുന്നതിൻ്റെ പ്രത്യേകം ഇത്രയേ ഉള്ളൂ. ആ പച്ചപ്പുല്ലിടങ്ങളിലേക്ക് ഒരിക്കൽ നിങ്ങൾ പ്രവേശിച്ച് കഴിഞ്ഞെന്നാൽ പിന്നീട് ഭൂമി മുഴുവൻ നിങ്ങൾക്ക് പച്ചയായിട്ട് അനുഭവപ്പെടും. ഒരു ധ്യാനത്തിൻ്റെ അനുഭൂതിയിലേക്ക് പ്രവേശിച്ചൊരു മനുഷ്യൻ ഇങ്ങനെ അതിനകത്ത് തന്നെ കുരുങ്ങി ജീവിതത്തെ മറന്നോ അല്ലെങ്കിൽ തൻ്റേതായ ഒരു ലോകത്തെ സൃഷ്ടിച്ച് അതിനകത്ത് ഇങ്ങനെ സന്തോഷാനുഭവം ജീവിക്കണം എന്നല്ല പറയുന്നത്. അയാൾക്ക് ജീവിതവുമായിട്ട് വരം ജീവിക്കേണ്ടതുണ്ട്. ജീവിതത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് അയാൾക്ക് പ്രവേശിക്കേണ്ടതുണ്ട്. നല്ലതുപോലെ അലയേണ്ടതുണ്ട്. പക്ഷേ എവിടെ അലയുമ്പോഴും അയാൾക്ക് ഭൂമി മുഴുവൻ പച്ചയാണ്. എന്നിലേക്ക് പ്രവേശിച്ചവൻ അകത്തേക്ക് പ്രവേശിച്ച് പുറത്തേക്ക് ചെല്ലുമ്പോൾ ഭൂമി മുഴുവൻ പച്ചപ്പുല്ലിടങ്ങളുണ്ടാകും. ഒരു ധ്യാനത്തിലേക്കോ അല്ലെങ്കിൽ ഒരു ഗുരുസാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിനേക്കാൾ മുമ്പേ ഒരാൾക്ക് ഈ ഭൂമി മുഴുവൻ ഊഷരമായിരുന്നു, വന്ധ്യമായിരുന്നു. എന്നാൽ ആ അനുഭവത്തിന് ശേഷം എല്ലാം പച്ചയാണ്. അയാൾക്ക് ജീവിക്കാനും സ്നേഹിക്കാനായിട്ട് ഭൂമി മുഴുവൻ കാരണങ്ങളാണ്. അപ്പോൾ ഈ ഇടയെ നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുന്ന ആദ്യത്തെ അനുഭവം എന്ന് പറയുന്നത് ഈ ധ്യാനത്തിൻ്റെ പച്ചപ്പുല്ലിടങ്ങളാണ്. ആ ധ്യാനം എന്ന് പറയുന്ന ഒരു അനുഭവമുണ്ട്. അതിങ്ങനെ കുറേ കൂടി നമ്മൾ റൂട്ടഡ് ആകാനായിട്ട് പ്രേരിപ്പിക്കുന്ന, നമ്മളുടെ ഉന്മേഷം തരുന്ന, നമ്മളുടെ ജീവിതത്തെ കുറേ കൂടി പ്രകാശിപ്പിക്കുന്ന അനുഭവമാണ് ധ്യാനം. ആ ധ്യാനത്തിനുള്ള ഒരു നേരം കണ്ടെത്താതെ പോകുന്നത് കൊണ്ട് ജീവിതം എന്തുമാത്രം വിരസമാവുകയാണ്. എന്തുമാത്രം ഇങ്ങനെ ഗൗരവമായ തിരക്കുകളിൽ ഏർപ്പെടുമ്പോഴും ഒരാൾ തൻ്റെ ധ്യാനത്തിൻ്റെ ഒത്തിരി നാഴികകളെ കണ്ടെത്താനും സസ്റ്റെയിൻ ചെയ്യാനും പറ്റിക്കഴിഞ്ഞാൽ എത്ര ഭംഗിയുള്ളതാകും ജീവിതം. യേശു പറയുന്ന കണക്ക് ഇങ്ങനെ 1 മണിക്കൂർ ഉണർന്നിരിക്കാനായിട്ടുള്ളൊരു ക്ഷണമാണ്. എപ്പോഴാണ് ഒരാൾ ഉണർന്നിരിക്കുന്നത്, എപ്പോഴാണ് ഒരാൾ കണ്ണുപൂട്ടിയിരിക്കുന്നത്, അപ്പോൾ മാത്രമേ അയാൾ ഉണർന്നിരിക്കുന്നത്. ബാക്കി എല്ലാ സമയത്തും അയാളിങ്ങനെ ഒരുതരം നിദ്രാടനത്തിൽ, ഒരുതരം സോംനാംബുലിസ്റ്റിലാണ്. അയാൾ പല കാര്യങ്ങളിൽ ഏർപ്പെടുന്നുണ്ടാകും, പക്ഷേ ഒന്നിനകത്തും അയാളില്ല. അയാൾ കണ്ണുപൂട്ടിരിക്കുന്ന ഒരു നിമിഷത്തിൽ മാത്രമേ അയാൾ ജീവിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് യേശു പറയുന്നത്, 1 മണിക്കൂർ എന്നോടൊപ്പം ഉണർന്നിരിക്കാനാകുമോ? എപ്പോഴെങ്കിലുമൊക്കെ ഈ ധ്യാനത്തിൻ്റെ ഒരു പച്ചപ്പുല്ലിടങ്ങളിലേക്ക് പ്രവേശിച്ചവർക്ക് അതിനകത്തുനിന്ന് പിന്നീട് പുറത്ത് കിടക്കാൻ പറ്റത്തില്ല. അവർ അതിൻ്റെ ആ കൃത്യമായ ഭംഗി തിരിച്ചറിഞ്ഞവരാണ്. ഏത് തിരക്കിലും അവർക്ക് കൃത്യമായിട്ട് ഈ 1 മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ സമയമല്ല, ഈ ഘടികാരം നിശ്ചയിക്കുന്ന സമയമൊന്നുമല്ല വേദപുസ്തകത്തിൻ്റെ സമയം എന്ന് പറയുന്നത്. ഒരു കൺസിഡറബിൾ എമൗണ്ട് ഓഫ് ടൈം ബിഫോർ ദ ലോർഡ് എന്നതിൻ്റെ അർത്ഥമുള്ളൂ. ഒരു പരിഗണന അർഹിക്കുന്ന വിധത്തിലുള്ള ഒരു കൃത്യമായ സമയം എന്നുള്ള. അപ്പോൾ ഒന്നതാണ് ധ്യാനത്തിൻ്റെ പച്ചപ്പുല്ലിടങ്ങൾ. രണ്ടാമതായിട്ട് സ്വസ്ഥതയുള്ള ജലാശയങ്ങളിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടു പോകുന്നു. എൻ്റെ ഹൃദയം ഇങ്ങനെ കടൽ കണക്കെന്നൊക്കെ പറയുള്ള സങ്കീർത്തനങ്ങളുണ്ട്, അല്ലെങ്കിൽ ദുഷ്ടൻ്റെ ഹൃദയം കടൽ കണക്കെന്നുള്ള ചില തിരുവചന വായനകളൊക്കെ ഉണ്ട്. എന്താണ് ഈ കടലെന്ന് പറയുന്നത്? കടലെന്ന് പറയുന്നത് ഈ പ്രക്ഷുബ്ധമായ ജലാശയമായ കടലാണ്. ഇവിടെ നമ്മൾ പറയുന്നത് ഇങ്ങനെ സ്വച്ഛതയുള്ള ജലാശയം എന്ന് പറയുന്നത് ഈ കണ്ണാടി കണക്ക് നോക്കാൻ പറ്റുന്ന ഒരു ഓളം പോലും ഇല്ലാത്ത അത്രയും സ്വച്ഛതയുള്ള സ്വച്ഛതയുള്ള ആ തടാകം. എന്തൊരു ഭംഗിയുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ രണ്ടാമത്തത്. ഇത് ജ്ഞാനത്തിൻ്റെ ഒരു സ്വച്ഛതയാണ്. ഓരോരുത്തർക്കും ലഭിക്കുന്നൊരു ജ്ഞാനമുണ്ട്, ഈ ധ്യാനത്തിലൂടെ ലഭിക്കുന്നൊരു ജ്ഞാനമുണ്ട്. ആ ജ്ഞാനം ജീവിതത്തിന് തരുന്ന ഏറ്റവും വലിയ ഫലസ്വം എന്ന് പറയുന്ന ഒരാൾ അനുഭവിക്കുന്ന സ്വസ്ഥതയാണ്. പലപ്പോഴും ആ ഒരു സ്വസ്ഥതയെന്ന് പറയുന്ന അനുഭവത്തിലേക്ക് പ്രവേശിക്കാത്ത വിധത്തിൽ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെ വിഭജിക്കപ്പെട്ട മനുഷ്യരാണ് നമ്മൾ. ഒരു സാത്താനോട് യേശു പേര് ചോദിക്കുമ്പോൾ പറയുന്ന കണക്ക് അയാൾ പറയുന്നു, ഞങ്ങൾ 100 പേരാണ്, ലജ്ജയാണെന്നാണ് പറയുന്നത്. അതിനൊക്കെ നമ്മളുടെ വിഭജിതമായൊരു വ്യക്തിത്വമാണ് നമ്മുടേത്. അതിനകത്ത് ഒന്നിനോട് നിരന്തരം മൽപ്പെടുത്തത്തില്ല. അപ്പോൾ അടിസ്ഥാന സ്വച്ഛതയെന്ന് പറയുന്ന ഒരു സംഭവം അത്ര എളുപ്പമൊന്നുമല്ല. അടിസ്ഥാന സ്വച്ഛതയിലേക്കുള്ള ഇടനാഴി എന്ന് പറയുന്നത് ഈ ധ്യാനത്തിൻ്റെയും ജ്ഞാനത്തിൻ്റെ ഇടനാഴിയാണ്.
അതിനകത്ത് ഒരാൾ അനുഭവിക്കുന്ന സ്വച്ഛതയുണ്ട്. അതിങ്ങനെ വല്ലാതെ കൊതിപ്പിക്കുന്ന, ഒരുപക്ഷെ അത്രയും ഒരു സ്വച്ഛതയിലേക്ക് എത്തിച്ചേരാനായിട്ട് പറ്റുമെന്ന് ഉറപ്പുമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ നമ്മൾ കാക്ഷിക്കുന്നുണ്ടത്. എന്തെങ്കിലും ഒരിക്കലും ഇങ്ങനെ ആ സ്വച്ഛമായ ജലാശയം കണക്ക് ജീവിതം മാറുക എന്ന് പറയുന്നത്. യേശുവിൻ്റെ ജ്ഞാനസ്ഥാന അവസരത്തിൽ യേശുവിന് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം അതാ. യേശുവിന് ജ്ഞാനസ്ഥാനത്ത് സംഭവിക്കുന്ന കാര്യം നമുക്കറിയാം. യേശു ഇങ്ങനെ പുഴയിൽ മുങ്ങി വരുമ്പോൾ അമ്പരം രണ്ടായിട്ടിങ്ങനെ പിളർന്നു മാറുകയാണ്, ആകാശം രണ്ടായിട്ടിങ്ങനെ പിളർന്നു മാറുകയാണ്. അതായത് ജ്ഞാനം കൃത്യമായ ദൈവിക ജ്ഞാനത്തിലേക്ക് അവിടുത്തെ മിഴികൾ പ്രകാശിക്കുന്നതാണ് എൻ്റെ അർത്ഥം. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ വായിച്ച് കേൾക്കുന്നൊരു വാക്കുണ്ട്, ആ പിളർന്ന മാനത്തിൽ നിന്ന് ഒരു അരിപ്രാവ് ഇറങ്ങി വന്നിട്ട് അവൻ്റെ ശിരസിന് മീതെ വരിക. ആ അരിപ്രാവ് ഒരിക്കലും യേശുവിനെ വിട്ടു പോയിട്ടില്ല. ആ പ്രാവെന്ന് പറയുന്നത് വല്ലാത്ത സമാധാനത്തിൻ്റെ പ്രതീകമാണ്, മനുഷ്യൻ അനുഭവിക്കുന്ന വലിയ ശാന്തിയുടെ പ്രതീകം. നമ്മുടെ വർത്തമാന കാലത്തിൽ പോലും പ്രാവെന്ന് പറയുന്ന ശാന്തിയുടെ പ്രതീകമാണ്. അപ്പോൾ ആ ഒരു കൃത്യമായിട്ട് ആ ജ്ഞാനത്തിൻ്റെ ആ ഒരു വലിയ അനുഭവത്തിന് ശേഷം ഒരു അരിപ്രാവ് യേശുവിനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. പിന്നീട് ഒരിക്കലും ആ യേശുവിന് ഈ ഭൗതികമായ കാര്യങ്ങൾക്കകത്ത് യേശു ഒരിക്കലും ആ സ്വസ്ഥതക്കേട് അനുഭവിച്ചിട്ടില്ല. വിശുദ്ധ നഗരത്തെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിനകത്ത് പറയുന്നൊരു വാക്കിങ്ങനെയാണ്, വിശുദ്ധ നഗരിയിൽ ഇങ്ങനെ ഈ കടലില്ലെന്നാണ് പറയുന്നത്, ജലാശയങ്ങളുണ്ട്. ആ പുഴകളെക്കുറിച്ചൊക്കെയുള്ള സൂചനയുണ്ട്. ഈ ഭൂമിയിലുള്ള എല്ലാത്തിൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്, ആവർത്തനം ആ സ്വർഗീയ ജെറുസലേമിലുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ കടലില്ല. പിന്നെ ഒരു കാര്യം ഉള്ളത്, പള്ളിയില്ലെന്നാണ് പറയുന്നത്. കാരണം ക്രിസ്തു തന്നെ, ഈ ദൈവം തന്നെ അവരുടെ പ്രഭയായിട്ട് നിൽക്കുമ്പോൾ, അവരോടൊപ്പം സഞ്ചരിക്കുമ്പോൾ പിന്നെ ആ പള്ളി അനിവാര്യമല്ല. പള്ളി ദൈവത്തിൻ്റെ ഓർമ്മപ്പെടുത്തല. ദൈവം തന്നെ എല്ലായിടും നിറഞ്ഞിരിക്കുന്ന ഇടവെന്നില്ല, പള്ളിയില്ല. പിന്നെ പറയുന്നൊരു സംഭവം ഈ കടലെന്ന് പറയുന്നത്. കാരണം ഈ പ്രക്ഷുബ്ധമായ ജലാശയമാണ് കടൽ. അവിടുന്ന് ഇല്ലാതെ വരുമ്പോഴാണ് ഈ ചുറ്റിനും ഈ തിരയിളക്കങ്ങളൊക്കെ സംഭവിക്കുന്നത്. നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്, എപ്പോഴൊക്കെയാണ് അപ്പോസ്തലന്മാരെ വഞ്ചി ഒലഞ്ഞത്. അപ്പോഴൊക്കെ ഒരു കാര്യം വളരെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും, ഒരിക്കലും യേശു അവരോടൊപ്പം ഇല്ല. യേശു ഇല്ലാതെ അവർ യാത്ര ചെയ്യുക. രണ്ടാമത് നമ്മൾ വായിച്ച് കേൾക്കുന്നത് ഇങ്ങനെ യേശു ഉണ്ട്, പക്ഷേ യേശു മയക്കത്തിലാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഒരു പ്രതീകം കണക്ക് പ്രതിഭംഗി വായിച്ചെടുക്കാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ രണ്ടാമത്തത് ഇതാണ്, ഒരു കർത്താവിനെ ഇടയനായിട്ട് സ്വീകരിച്ച ഒരാളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് വല്ലാത്തൊരു സ്വസ്ഥത. ഈ സ്വസ്ഥത യേശു അവസാനത്തോളം കൊണ്ടു കടന്നു. നമുക്കറിയാം ഇങ്ങനെ അവസാന നിമിഷമൊക്കെ എന്തുമാത്രം പ്രക്ഷുബ്ധമാകാൻ പറ്റുന്ന, എന്തുമാത്രം ഉലയാവുന്നൊരു ജീവിതം അത്. എന്നിട്ടോ അവിടുന്ന് പുലർത്തിയ ആ സംയമനവും സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതല്ലേ. കയ്യിൽ പന്തമൊക്കെ ആയിട്ട് ആൾക്കൂട്ടം അവിടുന്ന് തേടി വരുമ്പോൾ പോലും അവിടുന്ന് അവരെ അഭിമുഖീകരിക്കുക ചെയ്യുന്നത്, അവരിന്ന് വഴുതുമാറിയല്ലേ ചെയ്യുന്നത്. അവരോടാണ് ചോദിക്കേണ്ടത്, നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത്? അപ്പോൾ അവർ പറഞ്ഞു, നസറത്തുകാരനായ യേശുവിനെ. യേശു പറഞ്ഞു, അത് ഞാനാണെന്നൊക്കെ പറയുന്നത് കൃത്യമായിട്ട് ഈ പഴയ നിയമത്തിൽ മോശ ഇതാരാണെന്ന് ചോദിക്കുമ്പോൾ ദൈവം കൊടുത്ത ഉത്തരം തന്നെയാണ്, അത് ഞാനാണ്. അത് ആ വാക്കിൻ്റെ ആ ഒരു ഗ്രാവിറ്റി, ആ വാക്കിന് പിന്നിലൊരു ബലം ഒക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ വായിച്ച് കേൾക്കുന്നുണ്ട്. പെട്ടെന്ന് ഇവർ ഈ പുറകോട്ട് മാറി നിലത്ത് വീണെന്നാണ് പറയുന്നത്. അതിങ്ങനെ ബോധം കെട്ട് വീണ നടത്തിലൊന്നും അല്ല, നമസ്കരിച്ചെന്നാണ് പറയുന്നത്. ഈ പിടിക്കാനായിട്ട് വന്നവനെ നമസ്കരിക്കുക എന്ന് പറയുമെങ്കിൽ അയാൾ പുലർത്തിയിട്ടുള്ള സമചിത്തം എന്തുമാത്രമായിരിക്കണം. അപ്പോൾ രണ്ടാമത്തെ അതാ. മൂന്നാമതായിട്ട് അവിടുന്ന് തന്നെ നീതിയുടെ പാതകളിലൂടെ നടത്തുന്നു. നീതി എന്ന് പറയുന്ന ആ ഒരു പുതിയ നിയമ ഒരു മൂല്യത്തെ നമ്മൾ അത്ര ഗൗരവമായിട്ട് എടുക്കാറില്ലെന്ന് തോന്നുന്നു. ഒരു വിഷമം പിടിച്ചൊരു വിചാരം ഇതാണ്, ഒരു കുറഞ്ഞ പക്ഷം നമ്മുടെയെങ്കിലും ഒരു പശ്ചാത്തലത്തിൽ മലയാളി ഒരു ക്രിസ്തീയ സംസ്കാരത്തിനകത്ത് അത്രയും കൃത്യമായിട്ട് നീതിബോധം അലിഞ്ഞിട്ടുണ്ടോയെന്നതിനെക്കുറിച്ച് തർക്കങ്ങളുണ്ട്. നമ്മുടെ ഒരു ബ്ലഡിൽ അത്രയും പതഞ്ഞിട്ടുണ്ടെന്നുള്ളതിനെക്കുറിച്ച് തർക്കമുണ്ട്. പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമരമോ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പഠിച്ചു വരുമ്പോഴേക്കും ഇതിനകത്ത് കാര്യമായ താല്പര്യമോ ഒരുപക്ഷെ നിരുന്മേഷത്തെ കാട്ടിലിരുന്ന സമൂഹമാണ്. ഒറ്റപ്പെട്ട അനുഭവങ്ങളോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട ശ്രമങ്ങളോ ഇല്ലാതില്ലെന്നാണ് പറയും. ഒരു പൊതുസമൂഹ നിലയിനകത്ത് കാര്യമായ നീതിബോധം സ്പർശിച്ചിട്ടുണ്ടോയെന്ന് സംശയിക്കേണ്ട ഒരു ബാധ്യത ഈ അവനവനെ തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത്. ആരെയും ഒന്നും കുറ്റപ്പെടുത്താനായിട്ട് പറയുന്നില്ല, ഒരുതരം ഇൻട്രോസ്പെക്ഷൻ്റെ ഭാഗമായിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം ഈ വ്യക്തിതലത്തിലോ ഗാർഹിക തലത്തിലോ അല്ലെങ്കിൽ ഒരു സമൂഹ തലത്തിലോ കാര്യമായ നീതിബോധം പുലർത്തിയിരുന്നവരാണ് നമ്മളെന്ന് പറയാനായിട്ടുള്ള ധൈര്യമില്ല. അപ്പോൾ നല്ലതുപോലെ ഹോംവർക്ക് ചെയ്താൽ മാത്രം നമുക്ക് ലഭിക്കുന്ന ഒരു സംഭവമാണ് ഈ സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുക. ആ സെൻസ് ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് എപ്പോഴും ഇങ്ങനെ ഇടുങ്ങിയ വഴിയായിരിക്കും, ഒറ്റയാളുടെ പോക്ക്. ആരൊക്കെ നീതിയുടെ പാതയിലൂടെ സഞ്ചരിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ അവർക്കൊക്കെ ആ നിശ്ചയമായിട്ട് ഇങ്ങനെ ചോരവാർന്ന ജീവിതം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അഷ്ടഭാഗ്യങ്ങളിൽ 2 കാര്യമെങ്കിലും ഇങ്ങനെ നീതിയുമായിട്ട് ബന്ധപ്പെടുത്തി യേശു മാറ്റി വെച്ചിട്ടുണ്ട്. നീതിക്ക് വേണ്ടി വിശക്കുന്ന ഒരു ഭാഗ്യവന്മാർ, നീതിക്ക് വേണ്ടി പീഡനമേറ്റ ഒരു ഭാഗ്യമാണ്. നീതിക്ക് വേണ്ടി നിങ്ങൾ വിശന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ട് നിങ്ങൾ പരിക്കേൽക്കും. ഈ ഒറ്റയടി പാതയിലൂടെ നടന്നു പോകും. ഒറ്റയടി പാത എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു മറ്റൊരു പേർത്ത് ഞാൻ കണ്ടിട്ടുള്ളത് ഇങ്ങനെയാണ്, അൺറോഡൻ പാത എന്നാണ് പറയുക. അതിങ്ങനെ ആരും നടന്നിട്ടുണ്ടായ ഇങ്ങനെ ആരിങ്ങനെ ചവിട്ടി ഉണ്ടായ പാതയെന്നല്ല, നിങ്ങൾ ചവിട്ടി ഉണ്ടാക്കുന്ന പാത എന്നുള്ള. ഇന്നോളം ആരും ചവിട്ടാത്ത പാതയെ, ഇന്നോളം ആരും ചവിട്ടാത്ത പാതയ്ക്കകത്ത് നിശ്ചയമായിട്ടും കല്ലും മുള്ളുമൊക്കെ ഉണ്ടാകും.
അപ്പോൾ മൂന്നാമത് അതാണ് ഈ പറഞ്ഞ ആ ധ്യാനത്തിൻ്റെ പിൻബലം, ജ്ഞാനത്തിൻ്റെ സ്വസ്ഥതയും സമയത്തുള്ള മനുഷ്യൻ്റെ ജീവിത സഞ്ചാരങ്ങൾ, ജീവിത വ്യാപാരങ്ങൾ എങ്ങനെയായിരിക്കും? അയാൾ കൃത്യമായിട്ട് ഇങ്ങനെ നീതിയുടെ പാതയിലൂടെ സഞ്ചരിക്കുന്നതായിരിക്കും. ഒരാൾ എന്തുമാത്രം ക്രിസ്താംശം ഉണ്ടെന്നൊക്കെ അറിയാനായിട്ട് അയാൾ എന്തുമാത്രം നീതിയുടെ മാർഗ്ഗത്തിലാണെന്ന് ചിന്തിച്ചാൽ മാത്രം മതി. വളരെ കൃത്യമായിട്ട് വേദപുസ്തകം പറയുന്നുണ്ടല്ലോ, അനീതി പ്രവർത്തിക്കുന്നവരെല്ലാം നിന്ന് അകന്നു പോവുക. അനീതി പ്രവർത്തിക്കുന്നവർ യേശുവിനിടയിൽ പൊതുവായിട്ട് ഒന്നുമില്ലെന്ന് പറയാനുള്ള ഒരു ധൈര്യം, ഒരു വിവേകമൊക്കെ നമ്മുടെ കാലത്തിൽ വ്യക്തിപരമായിട്ട് സംഘാതമായിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പം മൂന്നാമത്തെ ഇത്രയേ ഉള്ളൂ, ഈടെ എന്നെ കൂട്ടിക്കൊണ്ട് പോകുന്ന പാതകൾ നിശ്ചയമായിട്ട് ഇങ്ങനെ നീതിയുടെ പാതകളിലൂടെ ജീവിതം കുറേ കൂടി ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞ് പോകും. അതിൽ നിശ്ചയമായിട്ട് ഒരു അനുഗ്രഹത്തിൻ്റെ വാക്ക് എന്നെ തേടി വരും. നിധിക്ക് വേണ്ടി വിശന്ന് നീ ഭാഗ്യവാൻ, നിധിക്ക് വേണ്ടി പരിക്കേറ്റ നീ ഭാഗ്യവാൻ. മറ്റു ഒത്തിരി പ്രതീകങ്ങളിനകത്തുണ്ട്. അവസാനത്തെ ഒരു പ്രതീകം കൂടി പറഞ്ഞിട്ട് ഈ ഒരു വിചാരത്തെ പ്രാർത്ഥനയാക്കാവുന്നേ ഉള്ളൂ. നാലാമതായിട്ട് നിൻ്റെ പാനപാത്രം ഇങ്ങനെ കവിഞ്ഞൊഴുകും. ഇങ്ങനെ ഒരു തരം അനോയിൻറ്റഡ് എക്സ്പീരിയൻസിൻ്റെ ഒക്കെ ഒരു തരം അഭിഷേക ജീവിതത്തിൻ്റെ അടയാളമാണ് ഈ പതഞ്ഞൊഴുകുന്ന ഈ പാനപാത്രം എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ മുമ്പിൽ അങ്ങനൊരു സാധ്യതയുണ്ട്, കുറേ കൂടി അനോയിൻറ്റഡ് ആയൊരു ജീവിതം. അനോയിൻറ്റഡ് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വലിയ അഭൗമികമായ ചില അനുഭവങ്ങളുമായിട്ട് മാത്രം ബന്ധപ്പെടുത്തിയാണ് നമ്മളതിനെ പലപ്പോഴും വായിച്ചെടുക്കാറുള്ളത്. ഏതൊരു കാര്യത്തിനകത്തും ഒരു അനോയിൻറ്റിങ് വരാം. വെറുതെ ഒരാൾ വേറെ ആളെ കൈപിടിച്ച് കുലുക്കുമ്പോൾ പോലും അത് ഇത്തിരി കൂടി ഒന്ന് സ്നേഹപൂർവ്വം ധ്യാനപൂർവ്വം ചെയ്ത് നോക്ക്. ഇപ്പോൾ എത്ര പെട്ടെന്നാണ് ഈ കൈപിടിക്കുന്ന അനുഭവം ഭംഗിയുള്ളതായിട്ട് മാറുക. എന്തിനകത്തും ഒരു അനോയിൻറ്റിങ് സംഭവിക്കേണ്ടതുണ്ട്. ഈ ഒരു ഇടയനെ സ്വീകരിച്ചവരുടെ ജീവിതത്തിനകത്ത് വല്ലാത്തൊരു അനോയിൻറ്റുണ്ട്. വിശേഷം നമുക്കറിയാം, പുതിയ നിയമത്തിനകത്ത് ഈ വീഞ്ഞെന്നൊക്കെ പറയുന്നത് ഇങ്ങനെ പരിശുദ്ധാത്മാവുമായി ബന്ധപ്പെട്ട പ്രതീകമാണ്. പെന്തക്കോസ്താ ദിവസം ആൾക്കൂട്ടം പറയുന്നുണ്ട് ഇവർ വീഞ്ഞ് കുടിച്ചവരെ കണക്ക്. യേശു തന്നെ പറയുന്നുണ്ട്, ഞാൻ തരാൻ പോകുന്ന പുതുവീഞ്ഞ് സ്വീകരിക്കാനായിട്ട് പറ്റിയ തോൽക്കൂട് എവിടെ നിന്ന് അന്വേഷിക്കാറുണ്ട്. അപ്പോൾ യേശു ഭൂമിക്ക് കൈമാറിയ ആ പുതുവീഞ്ഞിൻ്റെ ഒത്തിരി അർത്ഥങ്ങളിലൊന്ന് ഇങ്ങനെ അരൂപിയിലുള്ള ജീവിതം എന്നുള്ള എന്തിനകത്തും കുറേ കൂടി ആത്മാവുണ്ടാവും. നിശ്ചയമായിട്ടും പലപ്പോഴും പലതിനകത്തുനിന്നും ആത്മാവ് ഇങ്ങനെ ചോർന്നു പോകുന്നതാണ് നമ്മുടെ സങ്കടം. ഒരു ധ്യാനാശ്രമത്തിലാണ് ഞാൻ. അവിടെ ഇങ്ങനെ റിട്രീറ്റ് വന്ന ഒരു വലിയച്ഛനാണ്. ഇതിനിങ്ങനെ പല്ലുവേദനയുണ്ട്. അപ്പോൾ അതിന് തൊട്ടടുത്തുള്ളൊരു അതിൻ്റെ തന്നെ ഒരു സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുണ്ട്. അവിടെ കൊണ്ടുപോയി കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇത് ധ്യാനം കഴിഞ്ഞോട്ടെ, എൻ്റെ ആശ്രമത്തിനടുത്തായിട്ടൊരു ചെറിയൊരു ക്ലിനിക്കുണ്ട്, BDS കഴിഞ്ഞ് വന്നൊരു മകനിട്ടിരിക്കുന്നൊരു ക്ലിനിക്ക്, ഞാൻ അവിടെ പോയി അവനെ പല്ല് കാണിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഞാനൊന്ന് ചോദിച്ചു, എന്തിനാ അത്രയും കാത്തിരിക്കണത്? അവിടെ ഇവിടെ പല്ലിപ്പോൾ എവിടെ കാണിച്ചാൽ എന്താ? പെട്ടെന്ന് അദ്ദേഹം വളരെ ഗൗരവത്തിലായി. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ പറയരുത്, അവിടെ ആ പല്ല് നോക്കുന്ന ചെറുപ്പക്കാരന് ഒരു ആത്മാവുണ്ട്. എന്താണ് ഈ ആത്മാവ്? കാലാകാലങ്ങളായിട്ട് ഇളകിയ പല്ലിനും കയ്യിലെ ചവണയ്ക്കുമിടയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തിനിടയിൽ എപ്പോഴും ആത്മാവുന്നത്? ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കിടയിലൊക്കെ ആത്മാവുണ്ടെന്ന് ഉറപ്പിച്ചു തരികയാണ് ഈടയൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ ധർമ്മം. നന്മയും കരുണയും എന്നെ പിന്തുടരുമെന്ന് പറഞ്ഞാണ് ഈ സങ്കീർത്തനം അവസാനിക്കുക. ഈ പുറം കാക്കാനായിട്ട് രണ്ടുപേരുണ്ട്. യുദ്ധത്തിലൊക്കെ ഈ മുൻപ് കാക്കുന്നതിനേക്കാൾ പ്രധാനമാണ് ഈ പുറം കാക്കുക എന്ന് പറയുക. തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ എൻ്റെ പിന്നിൽ ഞാൻ അവശേഷിപ്പിക്കുന്ന എപ്പോഴും നന്മയും കരുണയും. എന്തൊരു ഭംഗിയുള്ള വരികളാണത്. നന്മയും കരുണയും എന്നെ പിന്തുടരും. രണ്ട്, ഇങ്ങനെ വേട്ടനായ്ക്കൾ ഈ നമ്മുടെ പിന്നാലെ വരുന്ന കണക്കാണ്. ഇടയൻ അങ്ങനൊരു രീതി കൂടി കൊണ്ടുപോകണം. കാരണം ഇടയൻ മുമ്പോട്ട് നോക്കിയാണ് നടക്കുന്നത്, ആട്ടുംപറ്റം പുറകെ. സ്വാഭാവികമായിട്ട് ഈ ആട്ടുംപറ്റങ്ങളിലൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നി മാറുമ്പോൾ അതിനെ നിയന്ത്രിക്കാനായിട്ട് പുറകിലൊന്നും ഇല്ലാത്തത് കൊണ്ട് രണ്ട് നായ്ക്കളിങ്ങനെ പുറകെ പോകുന്ന പറയുക. ആ ഒരു സങ്കല്പത്തിൽ നിന്നാണ് ഫ്രാൻസിസ് തോംസൺ ആ ഹോണ്ട് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ കവിത പോലും എഴുതുന്നത്. അപ്പോൾ എൻ്റെ പിന്നാലെ വരുന്ന രണ്ട് വേട്ടനായ്ക്കളുണ്ട്, നന്മയും കരുണയും. മുൻപിലിടയൻ. ഒരാൾക്ക് ഇതിനേക്കാൾ ഭംഗിയായിട്ട് എങ്ങനെ തൻ്റെ ജീവിതത്തെ കാണാൻ പറ്റും, ചിത്രീകരിക്കാൻ പറ്റും? ഒരുപക്ഷെ സങ്കീർത്തനം എന്നൊക്കെ പറയുന്നത് സങ്കീർത്തനം മാത്രമല്ല, സംഗീതത്തിൻ്റെ പശ്ചാത്തലത്തിലുണ്ടായ പ്രാർത്ഥന നമുക്കറിയാം. സംഗീതം കണക്ക് മനുഷ്യനെ തണുപ്പിക്കുന്ന ഒന്നുമില്ല. പക്ഷേ ആ സങ്കീർത്തനങ്ങളുടെ സങ്കീർത്തനം വിശേഷിപ്പിക്കപ്പെടേണ്ടതാണ് സങ്കീർത്തനം 23. അത് പ്രാണനെ തണുപ്പിച്ചത് കണക്ക് അധികം സങ്കീർത്തനങ്ങളൊന്നും അധികം ഗീതങ്ങളൊന്നും ഭൂമിയെ തണുപ്പിച്ചിട്ടില്ല. കുറേ കാലം മുമ്പ് ഒരു സദസ്സിൽ വെച്ച് ഒരു ഗായകൻ തൻ്റെ വളരെ ഭംഗിയുള്ള ശബ്ദത്തിൽ, വളരെ ബേസ് ആ ഒരു വോയിസിൽ ഈ സങ്കീർത്തനം പാടി, കർത്താവിൻ്റെ ഇടയനാകുന്നു. അയാളുടെ ആ ഒരു ശബ്ദമാധുരിയിൽ വല്ലാതെ മുങ്ങി സദസ്സ് നിലക്കാത്ത കരഘോഷം മുഴക്കി. പിന്നീട് പ്രാർത്ഥന ആരംഭിച്ചു. ഒരു വയോധികനായ ഒരു വൈദികനാണ് പ്രാർത്ഥന തുടങ്ങിയത്. അപ്പോൾ ഇതേ സങ്കീർത്തനം തന്നെ അദ്ദേഹം റിസൈറ്റ് ചെയ്യാൻ, അദ്ദേഹത്തിന് പാടാൻ പറ്റാത്തത് കൊണ്ട് അതെങ്ങനെ ചൊല്ലിയാണ് ചെയ്തത്. പക്ഷേ ഓരോരോ വരികൾ ചൊല്ലിത്തുടങ്ങുന്നതനുസരിച്ചിട്ട് സദസ്സിങ്ങനെ നിശബ്ദമായി. ഒടുവിൽ ഈ സങ്കീർത്തനം അവസാനിക്കുമ്പോൾ ഈ മുഴുവൻ സദസ്സിൻ്റെയും കണ്ണ് ഇങ്ങനെ നിറഞ്ഞൊഴുകുകയാണ്. കരഘോഷങ്ങളൊന്നുമില്ല, പക്ഷെ നിറഞ്ഞ മിഴികളാണ്. അപ്പോൾ ആ നിറഞ്ഞ മിഴികളുടെ ഉണ്ടാക്കിയ കനത്തിൻ്റെ മീതെ ആ ഗായകൻ തന്നോട് തന്നെ മന്ത്രിച്ചത് എല്ലാവരും കേട്ടു. അതിൽ ഉറക്കെയായിപ്പോയി. അയാളിങ്ങനെ പറഞ്ഞു, എനിക്ക് സങ്കീർത്തനം അറിയാം, അദ്ദേഹത്തിന് ഇടയനെയും.
സമ്മുഖം ജീവിതം, പ്രഭാമയം സന്നിധാനം.